الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഴക്കെടുതിയിൽ നിന്നും, കാല വിപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അതുമൂലമുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശക്തമായി ആകാശത്തുനിന്ന് വെള്ളം അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ചർച്ച ചെയ്യുന്ന സമയമാണിപ്പോൾ. എന്തൊരു മഴയാണ് എന്നൊക്കെ ആളുകളുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നു പോകുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്ന സമയമാണ്. മുമ്പൊരു ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ചൂടാണ്, ഇതെന്തൊരു മഴയാണ് എന്ന്. ഒരു ശാപ നിലക്കുള്ള, ഒരു ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള വർത്തമാനം പറയാൻ പാടില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് കാലം, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കേട്ട ഹദീസിനെ ഈ മിമ്പറിൽ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ അതിലും വിശ്വാസികൾക്ക് ചില പാഠങ്ങളും ചില ഗുണപാഠങ്ങളും ചില ഇബറത്തുകളും പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അതിൽ ചിലതാണ് ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ചിലത് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിൽ അല്ലാഹു തആല പറയുന്നു, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ. നോക്കൂ, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു തആല പറയാണ്, അല്ലാഹുവാണ് അൻസല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് വെള്ളമിറക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്. എന്തിന്? ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കാൻ, മരിച്ചു കിടക്കുന്നതിന് ജീവൻ വെപ്പിക്കാൻ, ഉണങ്ങിക്കിടക്കുന്നതിനെ പച്ചപ്പുള്ളതാക്കി മാറ്റാൻ. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന ഫീ ദാലിക, ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ മേൽപ്പറഞ്ഞ ഞാനാണ് ആകാശത്തുനിന്ന് വെള്ളമിറക്കി നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യസ്മഊൻ. കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കാത്തവർക്ക് ഇപ്പൊ ആകാശത്തുനിന്ന് മഴ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അത്ര അത്ഭുതം? ഇതെല്ലാ വർഷവും ഉള്ളതല്ലേ? എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതിൽ ചിന്തിക്കുകയും ആലോചിക്കുകയും കേട്ട് മനസ്സിലാക്കുകയും ചെയ്യാത്തവർക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ കാര്യങ്ങളെ കേട്ട് പഠിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് ലോകരക്ഷിതാവായ അല്ലാഹു തആല
അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിശ്വാസിയായി എനിക്കും നിങ്ങൾക്കും മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുകയാണ്, സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായം അതിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വല്ലാഹു അല്ലദീ അർസലർ റിയാഹ്, അല്ലാഹുവാണ് കാറ്റുകളെ അയക്കുന്നവൻ. ഈ മഴ വർഷിക്കുന്നത്, മേഘങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാം കാറ്റാണ്. ആ കാറ്റിനെ അയക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു പറയാ, വല്ലാഹു അല്ലദീ അർസലർ റിയാഹ്, കാറ്റുകളെ നിശ്ചയിക്കുന്നതും അയക്കുന്നവനും അവനാണ്. ഫതുസീറു സഹാബ, മേഘങ്ങളെ ഇളക്കി മറിക്കുന്നു ആ കാറ്റ്. കാറ്റുകൾ എങ്ങനെ കൊണ്ടുപോയി മേഘങ്ങളെ ആ കാറ്റുകൾ ഇളക്കി മറിക്കുകയാണ്. അല്ലാഹു പറയാ, ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്ത്. എന്താണ് പ്രയോഗം നോക്കുക നിങ്ങളെ, ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ. എന്തിനാണ് ഈ കാറ്റുകൾ ചെന്ന് മേഘങ്ങളെ ഇളക്കി മറിക്കുന്നത്? അല്ലാഹു തആല പ്രയോഗിച്ച വാക്ക്, ആ മേഘത്തെ അല്ലാഹു തആല കട്ടിക്കട്ടിയായി അല്ലെങ്കിൽ അട്ടിക്കട്ടിയായി, വേറെ പ്രയോഗങ്ങൾ അല്ലാഹു ആയത്തുകളിൽ മറ്റ് സൂറത്തുകളിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മേഘങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി അട്ടിയാക്കി നിർത്തുകയും മേഘങ്ങൾക്കിടയിൽ നിന്ന് വെള്ളത്തെ ഇറക്കുകയും അതിന് ഓരോ നാടിനും വേണ്ട തോതുകൾ റബ്ബ് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാഹു തആല ഖുർആനിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ്. അപ്പൊ കാറ്റ് മേഘത്തെ ഇളക്കി മറിച്ചു, കാറ്റുകളെ അയക്കുന്നത് റബ്ബാണ്. എന്നിട്ട് നിർജീവമായി കിടക്കുന്ന ആ ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് നാം അതിനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാണ് ഈ മേഘങ്ങൾ എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്, എവിടെ മഴ വർഷിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്, എത്ര മഴ അവിടെ ആ നാട്ടിൽ പെയ്തിറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഒക്കെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് എന്ന് അല്ലാഹു തആല പറയാ. എന്നിട്ട് മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കുന്നതിന് വേണ്ടി അതിനെ കൊണ്ടുപോകുന്നത് അല്ലാഹുവാണ്. ഈ ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോ പറയാണ്, കദാലിക്കൻ നുശൂർ, അതുപോലെയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന്. എന്താ ഇതുമായി ബന്ധം? മനുഷ്യനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാനൊക്കെ വലിയ കേമനാണ് എന്ന്. ഇവിടെ നിർജീവമായി കിടക്കുന്ന ഭൂമിയിലേക്ക്, ആ ഭൂമിയെ സജീവമാക്കാൻ എവിടേക്ക് എത്ര വെള്ളം വേണമെന്ന് തീരുമാനിച്ച് കാറ്റുകളെ അയച്ച് മേഘങ്ങളെ കൊണ്ടുപോയി ആ മണ്ണിലേക്ക് മഴ പെയ്തിറപ്പിക്കുന്നത് സർവശക്തനായ അല്ലാഹുവാണെങ്കിൽ, അവിടെ പ്രയോഗിച്ചത് മരിച്ചു കിടക്കുന്ന മണ്ണിനെ, നിർജീവമായി കിടക്കുന്ന മണ്ണിനെ സജീവമാക്കാൻ. അത്രേ പണിയുള്ളൂ. മനുഷ്യന്റെ ഈ ജീവിതം എന്നത്, മനുഷ്യരെ നിങ്ങളിങ്ങനെ നെകളിപ്പും ഞാനൊക്കെ വലിയ കേമനാണ്, വമ്പനാണ്, ഞാനൊക്കെ വലിയ ആളാണ് എന്ന് തോന്നി ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിതത്തിന്റെ പളപളപ്പ് കണ്ട് ആസ്വദിക്കുന്നുവെങ്കിൽ അതിലൊക്കെ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനുമുണ്ട്. ഈ ദുനിയാവിന്റെ നൈമിഷികതയെ നമ്മൾ ഓർക്കണമെന്നതാണ് സർവശക്തനായ അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, ഇതൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു പഠിപ്പിക്കുക, വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിന്റെ ഐഹികമായ ലോകത്തിന്റെ, ഈ നൈമിഷികമായ ഭൂമിയുടെ ഉപമ ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ, ഒന്ന് വിവരിച്ചു കൊടുക്കൂ നബിയെ. ഏതുപോലെയാണ് ഈ ദുനിയാവിലെ നൈമിഷികത, ഈ ഐഹിക ലോകത്തിന്റെ ഉപമ ഏതുപോലെയാണ്? കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്. എന്റെ പ്രയോഗം ഇതുപോലെയാണ് മനുഷ്യന്റെ ഉപമ. ഐഹിക ജീവിതത്തിന്റെ ഉപമ ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് റബ്ബ് വെള്ളമിറക്കിയതുപോലെ. എന്തിന്? എന്നിട്ട് ആ വെള്ളമിറക്കിയപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? ഫഖ്തലത ബിഹി നബാതുൽ അർള്, ചെടികളൊക്കെ അങ്ങനെ ഇടകലർന്ന് തിങ്ങി നിറഞ്ഞിങ്ങനെ ഉണ്ടാവുകയാണ്. എത്ര പെട്ടെന്നാണ് എത്ര പെട്ടെന്നാണ് ആ പച്ചപ്പോടുകൂടി ഇങ്ങനെ മുളച്ചു വന്ന നെൽകൃഷികളും പാടങ്ങളും വയലുകളും നല്ല കൗതുകത്തോടുകൂടി കർഷകൻ ആശ്ചര്യപ്പെടുത്തി
കർഷകന്റെ കണ്ണുകൾക്ക് ഇങ്ങനെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്ന ചെടികളും കൃഷികളും ഒക്കെ എത്ര പെട്ടെന്നാണ് കാറ്റുകൾ പറത്തിക്കളയുന്ന ധൂളികളായി പൊടികളായി മാറിയത്. പാടത്തിങ്ങനെ നെൽകൃഷിയൊക്കെ നിൽക്കുന്ന കണ്ടാൽ ഇതൊക്കെ എന്നും ഇങ്ങനെ നിലനിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. എത്ര പെട്ടെന്നാണ് അതിന് മഞ്ഞ കളർ വന്നത്, എത്ര പെട്ടെന്നാണ് അത് നുരുമ്പിപ്പോയത്, എത്ര പെട്ടെന്നാണ് കാറ്റുകളിൽ പാറിക്കളിക്കുന്ന ധൂളികളായി പൊടികളായി നുരുമ്പുകളായി തുരുമ്പുകളായി അത് മാറിയത്. അല്ലാഹു തആല ഖുർആനിൽ പറയാ, അതുപോലെയാണ് മനുഷ്യന്റെ ഈ വളർച്ചയും അവന്റെ ആരോഗ്യവും അവന്റെ മസിൽ പവറും അവന്റെ കച്ചവടവും അവന്റെ ക്രയവിക്രയങ്ങളും അവന്റെ ഇടപാടുകളും അവന്റെ ബിസിനസ്സുകളും ഒക്കെ ഇങ്ങനെ കാണുമ്പോ ഞാൻ എന്ന ഭാവം, അനാനിയത്ത്, അഹങ്കാരം, വമ്പ്, അല്ലെ, ഇതൊക്കെ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറി വരും. ഒന്ന് പാടത്തേക്ക് നോക്കൂ മനുഷ്യ, ഒന്ന് പറമ്പിലേക്ക് നോക്കൂ മനുഷ്യ. വിണ്ടികീറിക്കിടന്ന ഉണങ്ങി വിണ്ടികീറിക്കിടന്ന പാടത്ത് ആകാശത്ത് നിന്ന് വെള്ളമിറങ്ങിയപ്പോ ആ വിള്ളിച്ചയെല്ലാം മാറി അവിടെ കൗതുകം വരുത്തുന്നത് പോലെ, മനുഷ്യൻ ആശ്ചര്യമുണ്ടാക്കുന്നത് പോലെ, ആശ്ചര്യഭരിതരായി പോകുന്നത് പോലെ കൗതുകമായി വളർന്നു വന്ന ചെടികളും കൃഷികളുമെല്ലാം എത്ര പെട്ടെന്നാണ് കാറ്റുകളിൽ പറന്നു കളിക്കുന്ന തുരുമ്പുകളായി മാറിയത് എന്ന് നീ ആലോചിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു ചോദിച്ചിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെയെന്നറിയോ? വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. കൗതുകമായി നിങ്ങളെ നിർത്താനും പെട്ടെന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കാനും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ കൃഷികളെ നിങ്ങൾക്ക് തരാനും അതിന്റെ സമയമാകുമ്പോ അതിനെ ഉണക്കാനും മഞ്ഞ നിറം പൂണ്ടതാവാനും പിന്നെ പാറിക്കളിക്കുന്ന തുരുമ്പുകളായി മാറാനും മാറ്റിക്കുവാനും ഒക്കെ അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നീയും ആ ചെടികൾ വളർന്നു വന്ന് കൗതുകം സൃഷ്ടിച്ചതുപോലെ നിന്റെ യൗവനവും നിന്റെ ആരോഗ്യവും നിന്റെ യുവത്വവും നിന്റെ യൗവനവും ഒക്കെ നിന്നെ നെകളപ്പിലേക്കും നിന്നെ അഹങ്കാരത്തിലേക്കും ആലോചനയില്ലാത്ത ജീവിതത്തിലേക്കും ചിന്തനീയമല്ലാത്ത ജീവിതത്തിലേക്കും കൊണ്ടുപോയി ജീവിതത്തെ ഈ നശ്വരമായ നൈമിഷികമായ ഭൂമിക്ക് വേണ്ടി ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി തുലച്ചു കളയരുത്. വരാനിരിക്കുന്ന പരലോകത്തെ നീ ഓർക്കണം. ഇവിടുത്തെ ജീവിതം കളിയും തമാശയും വിനോദവും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തെ മുമ്പ് ഒരു ഖുത്ബയിൽ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ആ ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു പറയാ, വമൽ ഹയാത്തുദ് ദുനിയ, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഇല്ലാ മതാഉൽ ഗുറൂർ, ഒരു വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. ഇവിടുത്തെ ജീവിതം ഒരു വഞ്ചനയുടെ ലോകമാണ്. ഇതിൽ വഞ്ചിതരായി പോകരുത്. ദുനിയാവിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ലേ? പറ്റും. അധ്വാനിക്കണ്ടേ, കൃഷി ചെയ്യണ്ടേ, ജോലി വേണ്ടേ, സാലറി വേണ്ടേ, കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കിക്കൂടെ, എല്ലാം പറ്റും. പക്ഷെ വഞ്ചിതനാകരുത്. ഇതാണ് ലോകമെന്ന് വിചാരിക്കരുത്. ഈ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പൊട്ടക്കിണറിലേക്ക് മൃഗത്തെ കണ്ട് പേടിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ, അവൻ ഇറങ്ങിയപ്പോ അവിടുത്തെ തൊട്ടടുത്ത മരത്തിന്റെ ഒരു കൊമ്പ്, കിണറിന്റെ മേൽപ്പരപ്പിൽ നിൽക്കുന്ന ഒരു കൊമ്പിൽ നിന്ന് തേനൊറ്റു വീണ മനുഷ്യന്റെ കഥ കേട്ടിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുക, അല്ലെ? കിണറിലേക്ക് ഇറങ്ങിയത് രക്ഷപ്പെടാൻ ഈ മൃഗത്തിൽ നിന്ന്, പക്ഷെ കിണറിന്റെ അടിയിൽ പാമ്പാ. അപ്പൊ കിണറിന്റെ അടിക്ക് ഇറങ്ങി പോകാൻ വയ്യ. കിണറിന്റെ മേലെ വാ പൊളിച്ച് തേറ്റ കാണിച്ചു നിൽക്കുന്ന മൃഗാണ്, കയറി പോവാനും വയ്യ. അപ്പോ ഇപ്പൊ ഇവൻ അതിന്റെ മിഡിൽ സെന്ററിൽ ഇങ്ങനെ നിൽക്കുകയാണ്. താഴെ ഇറങ്ങാനും വയ്യ, മേലെ കയറാനും വയ്യ. അപ്പോ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടത്. പക്ഷേ മേലെ നൊച്ചു വീണ തേന് ഇവന്റെ കൈത്തണ്ടയിലേക്ക് വീണപ്പോ പിടിച്ചു നിൽക്കുന്ന വള്ളിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കൈ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഈ തേന് നക്കി, ഈ തേൻ നാവ് കൊണ്ട് രുചിച്ചു നോക്കി, തേനാണെന്ന് ഉറപ്പുവരുത്തി, മുകളിലേക്ക് നോക്കി കൂടുറപ്പ് വരുത്തി, അടുത്ത തേൻ തുള്ളിക്ക് വേണ്ടി കാത്തുനിന്ന വിഡ്ഢിയെ പോലെ ആവരുത് നിങ്ങൾ. ഇതാ മനുഷ്യന് സംഭവിക്കുന്നത്. മനുഷ്യന് ഇതാ ജനിച്ചു, ഇനി മരണത്തിലേക്കുള്ള യാത്രയിലാണ്. ജനിച്ചു, ഇനി മരിക്കണം. ജനിച്ചു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ജീവിതം, ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മുടെ എന്റേതാ ഇവിടുത്തെ മരണമാണ്. ആ മരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ അവസാനമല്ല, പരലോകത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. ഖബറിലൂടെയുള്ള, ബർസഖിലൂടെയുള്ള പാരത്രിക ലോകത്തിലേക്കുള്ള യാത്രയാണ്. പക്ഷെ നമ്മൾ കണക്കാക്കുക തീർന്നു. ശരി, ആ ഇവിടുത്തെ ജീവിതം അവസാനിക്കുന്ന മരണം വരെയുള്ള ഇവിടുത്തെ ഓട്ടം ലക്ഷ്യങ്ങളുണ്ട് കുറെ.
ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. ഇടക്ക് കണ്ട ഒരു തുള്ളി തേനിന് വേണ്ടി താൻ പിടിച്ചിരിക്കുന്ന വള്ളിയെ മറന്ന്, താഴെ കിടക്കുന്ന പാമ്പിനെ മറന്ന്, മുകളിൽ വന്നു നിൽക്കുന്ന മൃഗത്തെ മറന്ന്, അടുത്ത തേൻ തുള്ളിക്ക് വേണ്ടി ഒരു കൈ വള്ളിയിൽ മുറുക്കി പിടിച്ച് മറുകൈ നീട്ടിപ്പിടിച്ച് ഒറ്റി വീഴാൻ സാധ്യതയുള്ള തേൻ തുള്ളിക്ക് വേണ്ടി കാത്തുനിന്ന് താഴത്തെ പാമ്പിനെയും മുകളിലെ ഈ ഭീകര ജീവിയെയും ഇവൻ പിടിച്ചിരിക്കുന്ന വള്ളിയെയും എല്ലാം മറന്നുപോയി ഒരു നൈമിഷികമായ സുഖത്തിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി തേൻ തുള്ളിയെ കാത്തു നിൽക്കുന്ന വിഡ്ഢിയെ പോലെയാണ് ദുനിയാവ് എന്നത്. നമ്മളെ കയറി പിടിച്ച് നമ്മൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ മതിൽക്കെട്ട്, നമ്മുടെ വീട്, വേറെ ആരും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഒരൊറ്റ നോട്ടേ ഉള്ളൂ, എന്റെ ലൈഫ്. അത് ഇവിടെ അടിച്ചു പൊളിക്കുക. ഇതൊക്കെയാണ് പുതിയ ലോകത്തിന്റെ അവസ്ഥ. അതിലേക്ക് പോയാൽ ഈ തേൻതുള്ളിക്ക് വേണ്ടി കാത്തുനിന്ന വിഡ്ഢിയെ പോലെയാണ് എന്ന് പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ പറയാണ്, വമൽ ഹയാത്തു ദുനിയ, ഈ നൈമിഷികമായ ഈ ദുനിയാവ് എന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു നമ്മെ വഞ്ചനയിൽ പെടാതെ സൂക്ഷ്മതയിൽ മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ മഴ ഇതിങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ ദുനിയാവുമായി, മനുഷ്യന്റെ ജീവിതവുമായി, ഉയർത്തെഴുന്നേൽപ്പുമായി ഒക്കെ അള്ളാഹു തട്ടിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഇതിങ്ങനെ ഉപ്പുള്ള ഈ ഭൂമിയിൽ 3/4 ഭാഗം സമുദ്രമാണെന്നാ പറഞ്ഞത്. കടൽ വെള്ളമാണ് അധികവും നീരാവിയായിട്ട് ഉയരുന്നത്. ഒക്കെ ഉപ്പ് കലർന്ന വെള്ളം, ആർക്കും തർക്കമില്ല. എന്നിട്ട് അല്ലാഹു പറയാ, ഞാൻ നിങ്ങൾക്ക് ഈ നീരാവിയെ മുകളിലേക്ക് കൊണ്ടുപോയി മേഘങ്ങൾ അട്ടിയട്ടിയാക്കി ആ മഴ വർഷിപ്പിക്കുന്നതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. 24-ാം അധ്യായം സൂറത്ത് നൂറിൽ അതിന്റെ 43-ാമത്തെ ആയത്ത് മറിച്ചു നോക്കിയാൽ ആ മഴ വർഷിപ്പിക്കുന്ന രീതിയൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് തരുന്ന വെള്ളം വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, ഉണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ നീരാവിയാക്കി ഉയർത്തി അത് മേഘമാക്കി മാറ്റി കാറ്റുകൾ അയച്ച് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇറക്കി തരുമ്പോ നല്ല ശുദ്ധിയുള്ള വെള്ളമാക്കി നിങ്ങൾക്ക് തരുന്നു. നല്ല ശുദ്ധിയുള്ള വെള്ളമാക്കി നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി തരുന്നു. ഇതൊക്കെ ഖുർആൻ പറയാണ്. അപ്പൊ ഈ വെള്ളം തരുന്ന റബ്ബ്, ഈ വെള്ളം തരുന്ന റബ്ബ്, ആ റബ്ബിനെ ഓർക്കാനും ആ റബ്ബിനോട് ദുആ ചെയ്യാനും എന്റെ ഭാഗത്ത് വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായി കിട്ടാനും ഒക്കെയാണ് ഞാനും നിങ്ങളും ഈ മഴ ശക്തമായി പെയ്തിറങ്ങുമ്പോ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടി വരേണ്ടത്. ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് നടത്തേണ്ടത്. വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളമെത്താനുള്ള ആഗ്രഹമാണ് നമുക്കുണ്ടാവേണ്ടത്. റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മയാണ് നമുക്കുണ്ടാവേണ്ടത്. ചില സമയത്ത് ഈ വെള്ളം അനുഗ്രഹമാണ്. ഇപ്പൊ ബദറിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ കിറാം പോകുമ്പോ അല്ലാഹ് ഒരു മഴ കൊടുത്തു. എന്തിനാ? അള്ളന്നെ കൊടുത്തതാണ്. അള്ളാഹ് പറയണം എന്തിനാണ്. അപ്പൊ മഴ ചില സമയത്ത് അല്ലാഹു അനുഗ്രഹിച്ച് കൊടുക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്ത് അല്ലേ, വെള്ളം കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം നമ്മുടെ മനസ്സുകളിൽ ആ സമയത്ത് കടന്നുപോയിട്ടുണ്ട്. ബദറിൽ അല്ലാഹു തആല ബദറിലേക്ക് പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും കിട്ടാവുന്ന വിധത്തിൽ വെള്ളമൊക്കെ വറ്റി വരണ്ട് പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് അവരുടെ ആ ജീവിതത്തിലേക്ക് അല്ലാഹു ഒരു മഴ കൊടുത്ത സന്ദർഭത്തെ ഓർക്കാൻ ഖുർആൻ പറയുന്നു. അത് ഖുർആൻ എങ്ങനെ പറഞ്ഞെന്നറിയോ? ഇത് യുഗശീകുമുൻ നുആസ അമനതം മിൻ, ആ പ്രയോഗം തന്നെ നോക്ക് നിങ്ങൾ. അല്ലാഹു ആയത്ത് തുടങ്ങുന്നത് എന്താ പറയുന്നത്? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മനഃശാന്തി കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന് കിട്ടാവുന്ന ശാന്തിയെ കൊണ്ട് ലോകരക്ഷിതാവായ അല്ലാഹു നിങ്ങൾക്കൊരു നിദ്രാമയക്കം ഒരു ആഭരണമാക്കി തന്നതിനെ ഓർക്കാൻ, ഒരു ഉറക്കം, സുഖമായ ഉറക്കം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ, അല്ലാഹു ആകാശത്ത് നിന്ന് അവിടെ മേൽ, നിങ്ങളുടെ മേൽ ഒരു മഴ വർഷിപ്പിച്ചു തന്നു. എന്തിന്? 4 കാര്യങ്ങളല്ല അവിടെ പറയാം. ബദറിലേക്ക് പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും അല്ലാഹു കൊടുത്ത ഒരു മഴയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയാ. എന്തിനാണ്? ലിയുതഹിറകും ബിഹി, നിങ്ങളെ ശുദ്ധീകരിക്കാൻ.
എന്തിനാണ് മഴ? നിങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാൻ. 2 പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ. പിശാചിന്റെ ദുർബോധനം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ. കണ്ടോ, പിശാചിന്റെ ദുർബോധനം എല്ലാ സമയങ്ങളിലും ഉണ്ടാവും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബദറിലേക്ക് പോകുന്ന ടീമിന്റെ മുമ്പിൽ അള്ളാഹു ഇറക്കിയ മഴയെ കുറിച്ച് അള്ളാഹു പറയണേ. 1 നിങ്ങളെ ശുദ്ധീകരിക്കാൻ. 2 പിശാചിന്റെ ദുർബോധനം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി. 3 നിങ്ങളുടെ മനസ്സുകൾക്ക് ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകാൻ. 4 നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ. അപ്പൊ ബദറിൽ അള്ളാഹു കൊടുത്ത മഴയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയാണ്, നിങ്ങളെ കാൽപാദങ്ങൾക്ക് ഉറപ്പ് കിട്ടാൻ ക്ഷീണിതരായി ആകെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ആശ്വാസത്തിന്റെ ഒരു മഴ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കാലുകൾക്ക് ഉറപ്പ് തരാനാണ്, നിങ്ങളുടെ മനസ്സുകൾക്ക് കുളിർമയുണ്ടാകാനാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകാനാണ്, പിശാചിന്റെ ദുർബോധനങ്ങൾ നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റാൻ വേണ്ടിയാണ്, നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറയാ. അപ്പൊ നമുക്ക് ഓരോ സമയത്ത് കിട്ടുന്ന മഴക്ക് അല്ലാഹു ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹുവിന് ഓരോ ലക്ഷ്യമുണ്ട്. ശിക്ഷയായിട്ട് വരാം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നന്മയായി കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ശിക്ഷയായിട്ടും വന്നിട്ടുണ്ട്. അത് ഖുർആനിൽ തന്നെ നമുക്ക് നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ശിക്ഷയായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ നന്മയായിട്ടാണ് നമ്മൾ എപ്പോഴും അധികവും നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്ന് പറയാവുന്ന വിധത്തിൽ അധിക സമയവും നന്മയായിട്ടാണ് ഈ മഴ ഇങ്ങനെ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. നമുക്ക് കുടിക്കാനുള്ള വെള്ളം, ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് കലർന്ന വെള്ളത്തെ നീരാവിയാക്കി ഉയർത്തി ശുദ്ധമായ വെള്ളം തന്ന ലോകത്തിന്റെ രക്ഷിതാവ്, കടലിന്റെ 100 മീറ്റർ അപ്പുറം താമസിക്കുന്ന 50 മീറ്റർ അപ്പുറം താമസിക്കുന്നവന്റെ വീട്ടിൽ കുഴിച്ച കിണറിലും ശുദ്ധമായ വെള്ളം കൊടുത്തവൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അല്ലാഹു പറയാ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആ പ്രയോഗം തന്നെ മനസ്സിന്റെ ഉള്ളിലേക്ക് തൊടുത്തു വിട്ട് അമ്പ പോലെ തുളച്ചു കയറുന്ന പ്രയോഗം. എന്താ ചോദിച്ചത്? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ കുടിക്കുകയാണ്, ചൂടുള്ള വെള്ളം കുടിക്കുകയാണ്, മെഷീനൊക്കെ വെച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കുകയാണ്, സാധാരണ കിണറുന്ന വെള്ളം കോരിട്ട് കുടിക്കുകയാണ്. കുടിവെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ചോദിക്കുന്നത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത്, അതല്ല നാമാണ്? നമ്മുടെ രാജ്യം വിചാരിച്ചാൽ ഉള്ള വെള്ളം കുടിവെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് എത്തിക്കാൻ ചിലപ്പോൾ ഗവൺമെന്റും സംവിധാനങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കുന്നത്. ഒരു സ്ഥലത്ത് വെള്ളം കൊണ്ട് കൊടുക്കാൻ വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യാൻ, കുടിവെള്ള പദ്ധതി തയ്യാറാക്കാം. പക്ഷെ അള്ളാന്റെ ചോദ്യം എന്താ അറിയോ? നിങ്ങളാണ് മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത്, അതല്ല നാമാണ്? എന്താ ഉത്തരം? മുസ്ലിമിനോട് ചോദിച്ചാലും അമുസ്ലിമിനോട് ചോദിച്ചാലും ഒരേ ഉത്തരം, വേറെ ആർക്ക് തരാൻ കഴിയില്ല. ശ്രമിച്ചിട്ടുണ്ട് പലരും, മേഘപാളിയിൽ കെമിക്കൽ വെതറി മഴ വർഷിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കോടികൾ മുടക്കിയിട്ട്. ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അള്ളാഹ് ചോദിക്കുക ഖുർആനിൽ, നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളം ഇറക്കുന്നത്, അതല്ല നാമാണ്? അള്ളാഹ് പിന്നെയും തുടരട്ടോ. ആ സൂറത്തിൽ തന്നെ അള്ളാഹ് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തരുന്ന വെള്ളം ഉപ്പുള്ളതാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം തരാൻ ആരുണ്ട്? ഭൂമിയിലെ വലിയ ഭാഗം കടലാണെങ്കിൽ, ഉപ്പുള്ളതാണെങ്കിൽ, നിങ്ങൾ കുടിച്ച കിണറിലും ഉപ്പുള്ളതാക്കി മാറ്റാൻ അല്ലാഹുവിന് കഴിയും. അങ്ങനെയാക്കിയാൽ ആരുണ്ട് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം തരാൻ? ആരാളുള്ളത്? പടച്ചവൻ തരുന്ന ഈ നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് പടച്ചവൻ തരുന്നത്. അങ്ങനെ ഒരു വെള്ളം തരാൻ ആരുണ്ട് സുഹൃത്തുക്കളെ? എന്ത് സംവിധാനമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചും പെയ്തിറങ്ങുന്ന ശുദ്ധമായ പരിശുദ്ധമായ നല്ല വെള്ളത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിക്കണം. ഇതൊന്നും വെറുതെ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒഴുകുന്ന വെള്ളത്തിൽ ഒരു നദീന നമ്മൾ ഒതുകൊടുക്കുന്നതെങ്കിലും ഒരു വെള്ള നദിയല്ലേ എന്ന് വിചാരിച്ച് കുറെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോരിയിട്ട് ഉപയോഗിക്കരുത്. ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി.
ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് നിങ്ങൾ ബക്കറ്റ് എടുത്ത് വെള്ളം കോരിട്ടാ കുടിക്കുന്നതെങ്കിലും ഒരു പുഴയെന്നല്ലേ, എത്ര ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും എന്താ എന്ന് വിചാരിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു മതം ലോകത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മതമാകുന്ന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ചിന്തിക്കണം. ഒന്നെടുക്കാൻ വേണ്ടി ഇങ്ങനെ ടാപ്പൊക്കെ തുറന്ന അങ്ങനെ നിൽക്കുകയാണ്, വെള്ളം അങ്ങനെ ഒഴുകുകയാണ്. ശരിക്കും ചിന്തിക്കണം, ആരുണ്ട് നമുക്ക് ഈ വെള്ളം വറ്റിപ്പോയാൽ തിരിച്ചു തരാനുള്ളത്? റബ്ബിന്റെ ചോദ്യമാണ്. അവിടെയും ദൂർത്തു വരാതെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകണം. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. കുറെ ആളുകൾ കളിയാക്കി ഒരു വലിയ പർവ്വത താഴ്വരയിൽ കൊണ്ടിട്ട് കപ്പലുണ്ടാക്കുക, ആളുകൾ വിദ്യയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അവസാനം അല്ലേ അല്ലാഹു തആല ഒരു ശിക്ഷയായിട്ടാണ് ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ മഴ വർഷിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്തൻ നൂർ. നമ്മുടെ കൽപ്പന അങ്ങോട്ട് വന്നപ്പോ മഴ അങ്ങോട്ട് ഇറങ്ങി. അല്ലാഹു പറയാ, നമ്മുടെ കൽപ്പന അങ്ങോട്ട് കിട്ടിയപ്പോ മേഘവാളിയിൽ നിന്ന് അങ്ങോട്ട് മഴ ഇങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് അവരുടെ അടുപ്പുകളിൽ ഉറവ് പൊട്ടി. അവിടുത്തെ മനുഷ്യന്മാരുടെ അടുക്കളയിൽ നിന്ന് അടുപ്പുകൾ, കല്ല് വെച്ചുണ്ടാക്കിയ അടുപ്പിൽ നിന്ന് ഇങ്ങനെ ഉറവ് പൊട്ടാൻ തുടങ്ങി. അത് ശിക്ഷയാക്കി അല്ലാഹു തആല ആ സമൂഹത്തിന്റെ മുമ്പിൽ കൊടുത്തതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അപ്പൊ ശിക്ഷയായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സ്വവർഗരതിയുടെ ടീമായിരുന്നു. അവിടുത്തെ മനുഷ്യന്മാര് അവരെ നന്നാക്കാൻ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനെ അല്ലാഹു തആല നിശ്ചയിച്ചു. തൗഹീദ് പറയാൻ അല്ലാഹു തആല അവിടെ ആളയച്ചു. ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അവർക്ക് കുറെ ശിക്ഷ കൊടുത്തു. അല്ലാഹ് ഒറ്റ ശിക്ഷ കൊണ്ടല്ല അവരെ നശിപ്പിച്ചത്. ചെറുത് കൊടുത്തു, വീണ്ടും കൊടുത്തു, നന്നാകാനുള്ള അവസരങ്ങൾ ഏറെ കൊടുത്തു. പക്ഷേ ചിന്തിക്കാത്തൊരു ടീമായി മാറി. അവർക്ക് പെണ്ണിനോട് താല്പര്യമില്ല, പുരുഷന്മാരോടും ആൺകുട്ടികളോടും തന്റെ ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സവർഗത്തിൽപ്പെട്ട സവർഗരതി അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് അല്ലാഹു തആല അവരുടെ ടീമിനെ തന്നെ വേണ്ട എന്ന് വിചാരിച്ച് ആ ഭൂമിയിൽ നിന്ന് അവരെ ഉന്മൂലനം ചെയ്യാൻ തുടച്ചു നീക്കുക. ആണും പെണ്ണും തമ്മിലുള്ള വ്യഭിചാരം നടന്നാൽ ഇസ്ലാമികമായി ശിക്ഷയുണ്ട്. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അതിന് ഇത്ര അടിയുണ്ട്. ആ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവരെ ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്ന വിധിയുണ്ട്. നിൽക്കട്ടെ. എന്നാൽ സ്വവർഗരതി, ആണും തമ്മിലുള്ള ഇന്ന് രാജ്യങ്ങളൊക്കെ അത് നിയമ അനുസൃതമായി നിയമത്തിന്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് അതൊന്നൊരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും അത് കുറ്റകരമല്ല എന്ന് പ്രഖ്യാപിച്ച നാം ജീവിക്കുന്ന നാട് പോലും അതൊന്നൊരു പ്രശ്നമല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സ്വവർഗരതി എന്ന് പറയുന്ന ഈ വൃത്തികേട് അത് പ്രകൃതി വിരുദ്ധമാണ്. അത് പ്രകൃതി വിരുദ്ധമാണ്. ആ പ്രകൃതി വിരുദ്ധമായ ഏർപ്പാടുകൾക്ക് പ്രാധാന്യം നൽകിയ ഒരു ടീമിനെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞറിയോ, ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ആ നാടിനെ അല്ലാഹു കീഴ്മേൽ മറിച്ചു. പ്രയോഗം നോക്ക് നിങ്ങൾ, അവരെ മേലെ ഭാഗം താഴെയാക്കി നേരെ തലകുത്തനെ മറിച്ചു. ഇങ്ങനെയുള്ള സ്ഥലം അവരുടെ വീട്, അവരുടെ വീട്ടിലെ ഉപകരണങ്ങൾ, അവരുടെ ആ നാട്ടിലുള്ള എല്ലാ മരങ്ങൾ, ചെടികൾ അടക്കം നേരെ നമ്മൾ അപ്പം മറിക്കുന്നത് പോലെ അല്ലാഹു ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തിയിട്ട് തലക്കീഴായി മറിച്ചു. അങ്ങനെ ടീമേ അവിടെ അതാ കൊടുത്തത്. എന്നിട്ട് അല്ലാഹു പറയാ, ആ ശിക്ഷ അവർക്ക് കൊടുത്തതിൽ ഒന്നെന്തായിരുന്നു അറിയോ? എന്തായിരുന്നു? അവരുടെ മേൽ ചൂടാക്കിയ ചുട്ടുപൊള്ളുന്ന ഇഷ്ടിക കല്ലുകൾ കൊണ്ടുള്ള മഴയും അവർക്ക് മേൽ വർഷിപ്പിച്ചു. അപ്പൊ മഴ ശിക്ഷയിട്ട് ഉറക്കും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി എത്ര ഉദാഹരണങ്ങളുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, മഴ ഒരു അനുഗ്രഹമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല അതിനൊരു ശിക്ഷയാക്കി പരീക്ഷണമാക്കി ഇറക്കും. അത് മനുഷ്യർക്കുള്ള ചിന്തനീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അടുത്തു വരുന്ന തലമുറക്ക് വേണ്ടി, പിന്നീട് വരുന്ന ടീമുകൾക്ക് വേണ്ടി അതിൽ ചില ഗുണപാഠങ്ങൾ പഠിച്ചുകൊണ്ട് മാതൃക ഉൾക്കൊള്ളണമെന്ന നിലക്കാണ് അല്ലാഹു തആല ഏത് പരീക്ഷണങ്ങളും ലോകത്തിന്റെ മുമ്പിലേക്ക് വിടുന്നത്. അല്ലാഹു തആല പറഞ്ഞത് മനുഷ്യനാണ് ഭൂമി കുഴപ്പത്തിലാക്കിയത്, കടല് കുഴപ്പത്തിലാക്കിയത്, മണ്ണ് കുഴപ്പത്തിലാക്കിയത് മനുഷ്യന്റെ കൈയാണ്. പ്രയോഗം കടലിൽ പ്രശ്നം ഉണ്ടാക്കിയത്, കടലിലും കരയിലും ഫസാദ് ഉണ്ടാക്കിയത് ജനങ്ങളുടെ കൈ.
പറഞ്ഞാൽ മനുഷ്യന്റെ കൈ പ്രവർത്തിച്ചത് നിമിത്താണ്. ജനങ്ങളുടെ കൈയാണ്. അവര് തോന്നിയാസം ചെയ്തു, വൃത്തിയേട് ചെയ്തു, കടലിൽ പ്രശ്നം ഉണ്ടാക്കിയത്, കരയിൽ പ്രശ്നം ഉണ്ടാക്കിയത്. കണ്ടോ, എവിടെ പ്രശ്നം ഉണ്ടായിക്കണോ അതൊക്കെ മനുഷ്യരാ. നാട്ടിലും കാട്ടിലും കടലിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയത് മനുഷ്യരാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രയോഗമാണ്. റബ്ബ് എന്നെയും നിങ്ങളെയും ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഴ കിട്ടാതെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ട സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. പിന്നീട് മഴ കിട്ടിയപ്പോ ഉടുക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് പോലും ഒന്ന് ആറിയിടാൻ സ്ഥലമില്ലാത്ത വിധം, ഒന്ന് ഉണങ്ങിക്കിട്ടാൻ സ്ഥലമില്ലാത്ത വിധം മഴയില്ലാത്ത സ്ഥലം തേടിപ്പോയവരുമാണ് മനുഷ്യർ, അല്ലേ? വീട്ടിൽ തന്നെ അങ്ങനെയാണ്. ഈ മഴ ഒരു അനുഗ്രഹമാണ്, പക്ഷേ ഇതൊരു ആപത്തായി, ഒരു പരീക്ഷണമായി അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അതിന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നതാണ് ഈ ഖുതുബയിൽ പറഞ്ഞത്. ഈ അനുഗ്രഹമായി സർവശക്തനായ റബ്ബ് ഇറക്കുന്ന ഈ മഴ ഒരുപക്ഷെ അള്ളാഹു ശിക്ഷയാക്കി ഇറക്കും. അള്ളാഹു അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മഴ ശക്തമായി പെയ്താൽ നമ്മൾ അള്ളാഹുവിനോട് ആ മഴയെ ഒന്ന് തിരിച്ചുവിടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ തിരിച്ചുവിടുക? എവിടേക്കാണോ വെള്ളം കുറഞ്ഞത് അവിടേക്ക് നീ തിരിച്ചുവിടണേ അല്ലാഹ്. ധാരാളം മരങ്ങളും കാടൊക്കെയുള്ള സ്ഥലത്തേക്ക്, മരത്തിന്റെ ചുവടുകളിലേക്ക്, വേരുകൾക്ക് ആവശ്യമായ വിധം നീ തിരിച്ചുവിടണേ. മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നീ തിരിച്ചുവിടണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുണ്ട് റബ്ബേ, ഇനി മതി എന്ന് അതിശക്തമായ മഴ പെയ്ത് നാടും പറമ്പും വീടും ഒക്കെ വെള്ളത്തിലായി പോകുമെന്നൊരു തോന്നൽ വന്നാൽ ആ മഴ സ്റ്റോപ്പാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 1014 ഹദീസ് നോക്കിയാൽ കാണാം, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, اللهم على الأكام والضراب وبطون الأودية ومنابت الشجر. മരത്തിന്റെ ആ മുരടുകളിലേക്ക്, വേരുകളിലേക്ക്, മരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിലേക്ക് മഴ കൊടുത്ത് പടച്ചവനെ ആവശ്യത്തിന് വെള്ളം കിട്ടാവുന്ന വിധത്തിൽ ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. മേച്ചിൽ സ്ഥലങ്ങളിലേക്കും മേച്ചിൽ പുറങ്ങളിലേക്കും ഒക്കെ ആക്കി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മഴയെ കൊണ്ടുപോയി പടച്ചവനെ ഞങ്ങളെ നീ ശിക്ഷിക്കാതെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുണ്ട് റബ്ബേ, ഇനി മതി എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ ആലോചിച്ച് കേട്ടോ. എവിടെയും ഇതുകൊണ്ട് ഇപ്പോ ഓരോ നാട്ടിലും വെള്ളം മുമ്പ് ഇതിനേക്കാൾ ശക്തമായി മഴ കിട്ടിയിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറാറില്ല. ഇപ്പൊ എന്താ പ്രശ്നം? വെള്ളത്തിനൊഴുകി പോകാനുള്ള സ്ഥലം കിട്ടാതെ വരുന്നുണ്ടോ? മനുഷ്യന്റെ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടോ? പഠിക്കണം, ആലോചിക്കണം. എല്ലാത്തിനും ഒരു പ്രകൃതി നിയമമുണ്ട്. ആ നിയമം ലംഘിക്കുന്നുണ്ടോ? തോടും ചെറു പുഴകളുമൊക്കെ ഇല്ലാതെയാകുന്നുണ്ടോ? നമ്മളൊരു 10ഓ 30ഓ വീടുള്ള സ്ഥലത്ത് ഒരു തോടൊഴുകി പോകുന്നുണ്ടെങ്കിൽ അതുകൂടി കുറച്ചുകൂടി ഇങ്ങോട്ട് കെട്ടി ആരും മിണ്ടുന്നില്ലെങ്കിൽ അതുകൂടി നമ്മുടെ പറമ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ പറയരുത്. ഇതിലൊക്കെ ഞാനൊക്കെ കുട്ടിയായിരുന്നു, വല്യപ്പാര് പറയാം, ഞാനൊക്കെ കുട്ടിയായിരുന്നു, നല്ല വീതിയുള്ള തോടായിരുന്നു. ഇപ്പൊ വീതി അവിടെ പോയി, മാറ്റൊന്നും വന്നിട്ടില്ല അവിടെ ഭൂമിക്ക്. പിന്നെ അപ്പുറത്തോണ്ടി ഇപ്പുറത്തോണ്ടി ആധാരത്തിലും നീതിച്ചീട്ടിലൊക്കെ ആയി. അതാ പ്രശ്നം. അപ്പൊ മനുഷ്യന്റെ കൈകടത്തലുകൾ ഇവിടെയൊക്കെ ഉപദ്രവമായി മാറുന്നുണ്ടോ? ചിന്തിക്കണം, ആലോചിക്കണം. മണൽ വാരുന്നത് പ്രശ്നമാണ്, മണൽ വാരാത്തത് പ്രശ്നമാണോ? രണ്ടും ചർച്ച ചെയ്യണം. മനുഷ്യനാവശ്യമുള്ള സാധനമാണ്, അതെടുക്കാൻ സമ്മതിക്കാതിരിക്കുന്നുണ്ടോ?
എടുക്കുന്നത് അതിർലംഘിക്കുന്നുണ്ടോ? രണ്ടും പഠിക്കണം. ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ. ഞാനൊരു ഖുതുബയിൽ ആ നിലക്കുള്ള പൂർണ്ണമായ വിശദീകരണങ്ങളിലേക്ക് കിടക്കല്ല. അവിടെ മുമ്പൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മഴ പെയ്തിരുന്നു. പക്ഷേ അങ്ങനെയല്ല. എന്റെയൊക്കെ നാട് നിലമ്പൂരിനടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അനൗൺസാണ്. എന്താണ്? വാഹനത്തിൽ മൈക്ക് കെട്ടി പറയുന്ന എന്താണ്? മലയോര പ്രദേശങ്ങളിൽ മലഞ്ചെരുവുകളിൽ താമസിക്കുന്നവർ അവിടുന്ന് താൽക്കാലികമായി വീട് അവിടെ പിന്നെ നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ സ്കൂളിന്റെ ഹാളിലേക്ക് ഇന്ന കെട്ടിടങ്ങളിലേക്ക് മാറണം എന്ന് പറയേണ്ടി വരികയാണ്. മുൻകരുതൽ എന്ന നിലക്ക് അല്ലേ? അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കണം, ആലോചിക്കണം എന്നതാണ് ഈ ഖുതുബയുടെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തെക്കുറിച്ചും ഇതൊക്കെ ഒരു വിപത്തായി മാറുന്നത് എങ്ങനെ, പരീക്ഷണങ്ങളായി മാറുന്നത് എങ്ങനെ, അതിൽ നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, സൂക്ഷ്മത എന്ന നിലക്ക് ഞാൻ എന്ത് മുൻകരുതലുകളാണ് നടത്തേണ്ടത് എന്ന് സ്വയം ആലോചിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സർവശക്തനായ റബ്ബിന്റെ ഈ എന്താ പറയാ ഈ അത്ഭുതങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ള കാര്യങ്ങളാക്കി മാറ്റുകയും അത് പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒന്നായി മാറാൻ, അങ്ങനെ മാറ്റി കിട്ടുവാൻ അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും പ്രയാസത്തിലകപ്പെട്ടവരുണ്ടെങ്കിൽ, ഈ മഴക്കെടുതി കൊണ്ട് അള്ളാഹുവെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ നാടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ആശ്വാസം കൊടുക്കണേ അല്ലാ. അവർക്ക് നീ പോംവഴികൾ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, കാലവിപത്തുകളിലൂടെയുള്ള പെടുന്നനെയുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ, എവിടേക്കാണോ വെള്ളം ആവശ്യമുള്ളത് എന്ന് ഞങ്ങളെക്കാൾ എത്രയോ ഇരട്ടി അല്ല അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അറിയുന്നവനാണ് റബ്ബേ നീ. അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ മഴയെ നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ആവശ്യമായ പൂർണ്ണമായ സ്ഥലങ്ങളിൽ, അത്യാവശ്യത്തിനായ സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഈ മഴയെ നീ മാറ്റി ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെയും മക്കളെയും കാലികളെയും അള്ളാഹുവെ ജീവജാലങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശമനം നൽകണേ അല്ലാ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്ക് ശമനം നൽകി ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, ബിസിനസ്സുകളിൽ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ട സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുരുന്ന മക്കൾ ഏതൊക്കെ ഭീതിയിൽ അകപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നീ സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا انك انت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.